നമസ്കാരം. ഞാൻ ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രൊഫൈലുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തരത്തിലുള്ള റെസ്പോൺസുകളും കാര്യങ്ങളുമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ എന്തൊക്കെ സഹായങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള വീഡിയോ ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ഇതിൽ നമ്മളിപ്പോൾ എത്ര വീഡിയോ ഇട്ടാലും, എവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്താലും, എന്തൊക്കെ പൂജകൾ ചെയ്താലും, ഏതൊക്കെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാലും കല്യാണം നടന്നോണമെന്നില്ല. കാര്യം ആദ്യം കുട്ടികളും രക്ഷിതാക്കളും കൂടി ഒരു തീരുമാനം എടുക്കണം. കല്യാണം വേണം അല്ലെങ്കിൽ വിവാഹം വേണം എന്നുള്ളൊരു തീരുമാനം അവരെടുക്കണം. ആ തീരുമാനമെടുത്തതിന് ശേഷം അവർ സ്വയം ആലോചിക്കണം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയോ? ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രൊഫൈലിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഒരാൾ വായിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിന്. ഇപ്പം ചിലർ കാണാം, ഒരു പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ദോഷം, 7 ചൊവ്വ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊഫൈലിൽ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ആളുകൾക്ക് ഇത് തോന്നുക, ഈ 7 ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ വലിയൊരു സംഭവമാണ്, എന്തോ ഒരു അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് അവർ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഒരു പ്രൊഫൈലിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അതേപോലെ കുട്ടികളുമായിട്ട് സംസാരിച്ച് അവരുടെ എക്സാക്റ്റ് റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലർ ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ, ആ ലൊക്കേഷനിലുള്ള കുട്ടികളായിരിക്കും അവർക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവുക. ചിലർ തിരുവനന്തപുരത്തായിരിക്കും, ചിലർ വേറെ ഏതെങ്കിലും ജോബ് ലൊക്കേഷൻസിലായിരിക്കും. ഈ ജോബ് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ജോബ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ തന്നെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ കിട്ടുവാണെങ്കിൽ 2 പേർക്കും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഓരോരുത്തരും ഡിഫറെൻറ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ട് നടത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് പൊരുത്തം നോക്കിയിട്ട് അദ്ദേഹം പറയണത് ചേരില്ല കേട്ടോ. ഏതെങ്കിലും പ്രൊഫൈൽ കാട്ടുന്ന സമയത്ത് ഇതിൽ നാൾ പൊരുത്തമില്ല, ഇല്ലെങ്കിൽ പാപസാമ്യമുണ്ട്, അല്ലെങ്കിൽ ദശാസന്ധി ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജോത്സ്യൻ നമ്മളോട് പറയുക. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ അത് കംപ്ലീറ്റ് ബൈഹാർട്ടാക്കി വെക്കരുത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. കാരണം പിന്നെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ജോത്സ്യനെ കാട്ടാതെ നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെയാണ് പറയും. അതങ്ങനെയൊന്നും അല്ല ഇത് നോക്കുന്നത്. ഇത് നോക്കുന്നതിന് കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ജോലി കൃത്യമായിട്ട് ജോത്സ്യർക്ക് തന്നെ വിട്ടുകൊടുക്കണം, നമ്മളായിട്ട് നോക്കി പറയരുത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നല്ല നല്ല പ്രൊഫൈലുകൾ വന്നു കഴിഞ്ഞാൽ നല്ല ജ്യോതിഷരുടെ അടുത്ത് പോയിട്ട് നോക്കുക. സ്ഥിരമായിട്ട് ഒരാളെ കാട്ടരുത്. നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് ഈ ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ദക്ഷിണൊക്കെ വാട്സപ്പിൽ കൂടെയാണ് പോവുക. അപ്പോൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇടയ്ക്കും തലയ്ക്കും ഒന്ന് പണിക്കരൊക്കെ പോയി കാണുക, നേരിൽ കാണുക, വ്യത്യസ്ത പണിക്കന്മാരെ പോയി കാണുക. ഇപ്പോൾ പറ്റില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനേ പറ്റുമോ, അല്ലാണ്ട് നിവൃത്തിയൊന്നുമില്ല. പക്ഷേ എന്തതിലത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങളുടെ നമ്പർ ഇവർ സേവ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ ഏത് ജാതകം അയക്കുന്ന സമയത്തും, തലക്കുറി അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറിപ്പ് അയക്കുന്ന സമയത്ത് അവർക്കൊരു ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള വർത്തമാനമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കഴിയുന്നതും അതെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു, 2 ഫാമിലിക്കും ഓക്കെ, ഈ കുട്ടികൾക്കും ഓക്കെ എങ്കിൽ 3, 4, 5 പണിക്കരെടുത്ത് പോയിട്ട് നോക്കുന്നതിലും ഒരു വിരോധമില്ല. 5-ലെ ഏതെങ്കിലും ഒരു പണിക്കർ പറയുകയാണ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ ജാതകത്തിൽ റിസർച്ച് നടത്താൻ പോകരുത്, ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന്, അതായത് 2025 ജനുവരി 8-ാം തീയതി പറയുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് അരവിന്ദ് എ നായർ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അരവിന്ദ് എ നായർ ജാതക പ്രകാരം അരദോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട, അരദോഷം ഉണ്ടെങ്കിൽ ശുദ്ധജാതകം ഒക്കെ, ശുദ്ധജാതകമുള്ളവർ അല്ലെങ്കിൽ ഒരു ദോഷമുള്ള പെൺകുട്ടികളൊക്കെ അത് നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊന്നും നമുക്കങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. അത് ഓരോരുത്തരും നോക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MS ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് നെതർലാൻഡ്സ് എന്നാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് BIT ബാംഗ്ലൂർ എന്നാണ്. ഇദ്ദേഹം ജോലി ചെയ്യുന്നത് നെതർലാൻഡ്സിൽ തന്നെയാണ്. ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം ഇന്ത്യൻ കറൻസി 60 to 65 lakhs അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാലറി ഉണ്ട്. 29 വയസ്സാണ്. നാള് ഉത്രാടാണ്. ഒരിക്കൽ കൂടെ പറയാം, 29 വയസ്സാണ്. നാള് ഉത്രാടാണ്. അച്ഛൻ വന്നിട്ട് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ വന്നിട്ട് ക്ലാസ് 1 ഓഫീസർ ആണ്. അമ്മ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ക്ലാസ് 1 ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു സിസ്റ്ററാണ് ഉള്ളത്. അവർ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് തന്നെയാണ്. അവർ ലിറ്റിഗേഷൻ ആൻഡ് ആബിറ്റേഷൻ ഫേമിൽ ജോലി ചെയ്യുന്നു. അവർ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബേസിക്കലി അമ്മ വീട് വന്നിട്ട്, അതായത് അമ്മയുടെ തറവാട് വന്നിട്ട് ഒറ്റപ്പാലമാണ്. അച്ഛൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരംകാരാണ്. പക്ഷേ ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടിയെ പറ്റി പറയാനുള്ളത്. നായർ ഫാമിലിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അരവിന്ദ് എ നായർ, ഉത്രാടം, അരദോഷം ടു ഒരു ദോഷം, നെതർലാൻഡ്സിൽ വർക്ക് ചെയ്യുന്നു. MS നെതർലാൻഡ്സിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ പഠിച്ചു. എന്നിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുകയാണ്. അച്ഛൻ അഡ്വക്കേറ്റ്, അമ്മ സെൻട്രൽ ഗവൺമെൻറ് ക്ലാസ് 1 ഓഫീസറാണ്. സിസ്റ്റർ വന്നിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയും അഡ്വക്കേറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ. അമ്മ വീട് ഒറ്റപ്പാലം, അച്ഛൻ വീട് തിരുവനന്തപുരം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വിളിക്കുക. ആൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്ന് വെച്ചാൽ എന്നോട് പറയുക. ഞാൻ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിലോട് ഞാൻ എടുത്തു തരാം. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഈ കുട്ടിയെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവരും പ്രൊഫൈലൊക്കെ ഭംഗിയായിട്ട് നോക്കുക. പ്രൊഫൈല് ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് വെച്ചാൽ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക. ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.